tuned to Malayali Reporter Australia for social, political and entertainment news. ഫ്രാൻസിലെ ന്യൂ കാലഡോണിയയിലെ കലാപത്തിലകപ്പെട്ട നൂറുകണക്കിന് ഓസ്ട്രേലിയൻ വിനോദസഞ്ചാരികൾ ഇവാക്വേഷൻ സഹായത്തിനായി കാത്തിരിക്കുന്നു. കലാപബാധിതമായ ന്യൂ കാലഡോണിയയിൽ നിന്ന് തിരിച്ച് നാട്ടിലെത്താൻ കാത്തിരിക്കുന്ന ഓസ്ട്രേലിയക്കാർക്ക് ആശ്വാസമായി 2 വിമാനങ്ങൾ ഓസ്ട്രേലിയയിലെത്തി. ചൊവ്വാഴ്ച രാത്രിയാണ് ഓസ്ട്രേലിയൻ ഡിഫൻസ് ഫോഴ്സിന്റെ 2 വിമാനങ്ങളിലായി 108 പേരടങ്ങുന്ന സംഘം ബ്രിസ്ബെയിനിലെത്തിയത്. കഴിഞ്ഞ തിങ്കളാഴ്ച ഫ്രാൻസിൽ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് 200ഓളം ഓസ്ട്രേലിയക്കാർക്ക് തലസ്ഥാനമായ നൗമയിലും പരിസരത്തും കുടുങ്ങിക്കിടക്കേണ്ടി വന്നു. ഫ്രഞ്ച് പ്രദേശം വിട്ടുപോകാൻ കാത്തിരിക്കുന്ന ഓസ്ട്രേലിയക്കാരെ നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് വിദേശകാര്യമന്ത്രി പെന്നി വോങ് ഇന്നലെ സ്ഥിരീകരിച്ചു. ഇതിനെ സഹായിച്ച ഫ്രഞ്ച് അധികാരികൾക്ക് അവർ നന്ദി രേഖപ്പെടുത്തി. സിഡ്നിയിൽ മീസിൽസ് അഥവാ 5ാം പനി മുന്നറിയിപ്പ്. തെക്ക് പടിഞ്ഞാറൻ സിഡ്നിയിൽ ഒരു പകർച്ചവ്യാധി ബാധിച്ച കുട്ടി സന്ദർശിച്ചതിനെ തുടർന്ന് 5ാം പനി ലക്ഷണങ്ങളെ സംബന്ധിച്ച് ജാഗ്രത പുലർത്താൻ NSW ഹെൽത്ത് ആളുകളോട് അഭ്യർത്ഥിച്ചു. 5ാം പനി പടർന്നു പിടിച്ച മിഡിൽ ഈസ്റ്റിൽ നിന്ന് അടുത്തിടെയാണ് രോഗബാധിതയായ കുട്ടി തിരിച്ചെത്തിയത്. സൗത്ത് വെസ്റ്റേൺ സിഡ്നി ലോക്കൽ ഹെഡ് ഡിസ്ട്രിക്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് ഡയറക്ടർ മിച്ചൽ സ്മിത്ത് രോഗത്തിന്റെ ലക്ഷണങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കാൻ ആളുകളോട് അഭ്യർത്ഥിച്ചു. പനി, ചുവന്ന കണ്ണ്, ചുമ എന്നിവ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങളാണ്. സാധാരണയായി 3-4 ദിവസങ്ങൾക്ക് ശേഷം ചുവന്ന പൊട്ടുന്ന ചുണങ്ങ് തലയിൽ നിന്നും മുഖത്തു നിന്നും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടരുമെന്നും ഡോക്ടർ സ്മിത്ത് പറഞ്ഞു. മീസിൽസ് വാക്സിനേഷന് കാലികമായി തുടരാനും ഡോക്ടർ സ്മിത്ത് ആളുകളോട് അഭ്യർത്ഥിച്ചു. മീസിൽസ് വാക്സിൻ നേരത്തെ നൽകിയാൽ എക്സ്പോഷർ ചെയ്തതിനു ശേഷവും രോഗം തടയാൻ സാധിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏതൊരാൾക്കും താൻ പകർച്ചവ്യാധിയായ 5ാം പനിയിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു അവസരം കൂടിയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1965 ശേഷം ജനിച്ച ആർക്കും 2 ഡോസ് മീസിൽസ് വാക്സിൻ എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. മീസിൽസ് മുൻപ് റുബെല്ല വാക്സിൻ 12-18 മാസം പ്രായമുള്ള കുട്ടികൾക്കും 1965 ശേഷം ജനിച്ചവർക്കും 2 ഡോസുകൾ എടുത്തിട്ടുള്ളവർക്കും സൗജന്യമായി നൽകുന്നു. ഓസ്ട്രേലിയയിലെ പ്രശസ്തമായ വെയ്റ്റ്ലെസ് മരുന്നുകളായ ഒസംപിക്, മൗഞ്ചാരോ എന്നിവയുടെ നോക്ക് ഓഫ് നിരോധിച്ചു. ഒസംപിക്, മൗഞ്ചാരോ തുടങ്ങിയ ശരീരഭാരം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ പകർപ്പുകൾ നിരോധിക്കുമെന്ന് ഓസ്ട്രേലിയൻ ഹെൽത്ത് അതോറിറ്റീസ് ബുധനാഴ്ച അറിയിച്ചു. സംയുക്ത പതിപ്പുകൾ എന്ന് വിളിക്കപ്പെടുന്നവ കർശനമായി പരീക്ഷിച്ചിട്ടുള്ളതും അവ സുരക്ഷിതമല്ലെന്നും ഹെൽത്ത് അതോറിറ്റീസ് വാദിച്ചു. ഭക്ഷണത്തോടുള്ള ആസക്തി കുറയ്ക്കുകയും ദഹനം മന്ദഗതിയിലാക്കുകയും രോഗികൾക്ക് ദീർഘനേരം സംതൃപ്തി തോന്നാൻ സഹായിക്കുകയും ചെയ്യുന്ന GLP-1 റിസപ്റ്റർ അഗോണിസ്റ്റുകൾ എന്ന് വിളിക്കപ്പെടുന്ന മരുന്നുകളുടെ വർദ്ധിച്ചു വരുന്ന വിഭാഗത്തിലാണ് ഒസംപിക് പെടുന്നത്. എന്നാൽ ഈ മരുന്നുകളുടെ ജനപ്രീതി മരുന്നിന്റെ ക്ഷാമത്തിലേക്ക് നയിക്കുകയും രോഗികൾ സങ്കീർണമായ ബദലുകളിലേക്ക് തിരിയുകയും ചെയ്യുന്നു. ബ്രാൻഡഡ് പതിപ്പുകളുടെ അതേ ചേരുവകളെ അടിസ്ഥാനമാക്കി ഇഷ്ടാനുസൃതമായി നിർമ്മിച്ച മരുന്നുകളാണ് കോമ്പൗണ്ട് മരുന്നുകൾ. അവ പലപ്പോഴും വില കുറഞ്ഞതാണ്. പക്ഷേ സുരക്ഷ, ഗുണനിലവാരം അല്ലെങ്കിൽ കാര്യക്ഷമത എന്നിവയ്ക്കായി റെഗുലേറ്റർമാർ ക്ലിനിക്കലായി വിലയിരുത്തപ്പെടുന്നില്ല. ഗുരുതരമായ അഡ്വേഴ്സ് റിയാക്ഷൻസ് കാരണം ഒരു ഓസ്ട്രേലിയക്കാരനെ ആശുപത്രിയിൽ പ്രവേശിച്ചതുൾപ്പെടെ GLP-1 പകർപ്പുകളിൽ നിന്ന് രോഗികളെ ബാധിക്കുന്ന റിപ്പോർട്ടുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആരോഗ്യമന്ത്രി മാർക്ക് ബട്ട്ലർ പറഞ്ഞു. ഓസ്ട്രേലിയക്കാരുടെ ആരോഗ്യം സുരക്ഷിതമായി നിലനിർത്താൻ ഫാർമസി കോമ്പൗണ്ടിംഗ് ഇളവുകളിൽ നിന്ന് പുതിയ നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യും, ബട്ട്ലർ പ്രസ്താവനയിൽ അറിയിച്ചു. ഒക്ടോബർ 1 മുതൽ ഈ മാറ്റം പ്രാബല്യത്തിൽ വരുമെന്നും നിയന്ത്രിത മരുന്ന് ലഭ്യമാക്കാൻ രോഗികൾക്ക് സമയം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. കുറഞ്ഞത് 20,000 ഓസ്ട്രേലിയക്കാർ ഒസംപിക്, മൗഞ്ചാരോ എന്നിവയുടെ ഫാർമസി നിർമ്മിത കോമ്പൗണ്ടഡ് പതിപ്പുകൾ എടുക്കുന്നു. ഭൂരിപക്ഷം പേരും ശരീരഭാരം കുറയ്ക്കാനാണ് ഇത് ഉപയോഗിക്കുന്നതെന്നും ബട്ട്ലർ കൂട്ടിച്ചേർത്തു. ഫെബ്രുവരിയിൽ US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ കമ്മീഷണർ ഡോക്ടർ റോബർട്ട് കാലിഫ് ശരീരഭാരം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ സംയുക്ത പതിപ്പുകൾ ഓൺലൈനിൽ വ്യാപിക്കുന്നതിനെക്കുറിച്ച് ആശങ്കയുണ്ടെന്ന് അറിയിച്ചിരുന്നു. നിലവിൽ നോവോ നോർഡിക്സിന്റെയും എലി ലില്ലിയുടെയും നേതൃത്വത്തിൽ ഡയബറ്റിക്സ് ശരീരഭാരം കുറയ്ക്കാനുള്ള മരുന്നുകളുടെ വിപണി ദശാബ്ദത്തിന്റെ അവസാനത്തോടെ പ്രതിവർഷം $100 ബില്യൺ എത്തുമെന്നാണ് ചില വിശകലന വിദഗ്ധർ പ്രവചിക്കുന്നത്. ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.